1959 ജൂൺ 13 അന്നാണ് കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിലെ അതീവ നിർണായകമായ ആ സംഭവം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ അരങ്ങേറി. കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ വിമോചന സമരം എന്ന പേരിൽ ഒരു സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തി ആർജിച്ചു വരുന്ന ദിനങ്ങളായിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറെ പഴക്കമുള്ള അങ്കമാലിയിലെ മണ്ണിൽ തണ്ടിന്മേൽ വെച്ച ദീപം പോലെ പ്രഭ ചുരിഞ്ഞു നിന്ന് അങ്കമാലി സെന്റ് ജോർജ് സീറോ മലബാർ ബസിലിക്കയിലെ വിശ്വാസികൾ തങ്ങളുടെ പള്ളിയുടെയും പള്ളിക്കൂടങ്ങളുടെയും സംരക്ഷണത്തിനായി സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പള്ളിയുടെ മുറ്റത്ത് നിലയുറപ്പിച്ചു. നേരം വൈകി. പള്ളി പരിസരം അന്ധകാരത്തിൽ മുങ്ങി. രാത്രി 10 മണിയോടടുത്ത നേരത്ത് ആ പള്ളിമുറ്റത്ത് ഒരു ശബ്ദം മുഴങ്ങിക്കിട്ടു. അത് കുർബാനയ്ക്കുള്ള മണിനാദമായിരുന്നില്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പോലീസിന്റെ തീ തുപ്പുന്ന തോക്കിൽ നിന്നുള്ള വെടിയൊച്ചകളായിരുന്നു. ആരെയോ തൃപ്തിപ്പെടുത്താൻ എന്നതുപോലെ വെടിയുതിർത്ത പോലീസ് ഒന്നും രണ്ടുമല്ല 32 റൗണ്ടായിരുന്നു വെടിയുതിർത്തത്. സഭയ്ക്ക് വേണ്ടി നെഞ്ചു വിരിച്ച് നിലകൊണ്ട ധീരന്മാരായ സഭാമക്കളിൽ 7 പേർ വെടിയേറ്റു വീണു. 5 പേർ ആ ദേവാലയത്തിന്റെ മുറ്റത്ത് വീണ് ക്രൈസ്തവ വിശ്വാസ സംരക്ഷണത്തിന്റെ ധീര രക്തസാക്ഷികളായപ്പോൾ 2 പേർ ആശുപത്രിയിൽ മരണമടഞ്ഞു. 45ഓളം പേർക്ക് മാരകമായി പരിക്കേറ്റു. കാലടി മാടശ്ശേരി ദേവസി, കൈപ്പാട്ടൂർ കൊച്ചാപ്പള്ളി പാപ്പച്ചൻ, കൊറ്റമം കോലഞ്ചേരി പൗലോസ്, മുക്കടപ്പള്ളൻ വറീദ്, കൊഴുക്കട്ട പുതുശ്ശേരി പൗലോ, ചെമ്പിശ്ശേരി വറീദ്, കുരിപ്പറമ്പൻ വറീദ് എന്നിവരായിരുന്നു അങ്കമാലി പള്ളിമുറ്റത്ത് രക്തസാക്ഷികളായി വീണത്. പിറ്റേന്ന് ഞായറാഴ്ച കേരളത്തിലെ സഭകളെല്ലാം തങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു വീണ സഹോദരങ്ങളെ ഓർത്ത് തേങ്ങിക്കറങ്ങി. അന്ന് ആ മൃതദേഹങ്ങൾ വൻ ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടെ അങ്കമാലി സെന്റ് ജോർജ് സീറോ മലബാർ ബസിലിക്കയിലെ സെമിത്തേരിയിൽ സംസ്കരിച്ചു. ആർത്തലച്ചു വരുന്ന ജനസാഗരത്തെ സാക്ഷിയാക്കി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് ആ ധീര രക്തസാക്ഷികളുടെ സംസ്കാര ചടങ്ങുകൾ നിർവഹിച്ചു. ഈ സംഭവത്തോടെ കേരളത്തിലെ ജനവികാരം വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ തിരിഞ്ഞു. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സഹോദരന്മാരുണ്ട് എങ്കിൽ ആ കല്ലറയാണെ കട്ടായം, പകരം ഞങ്ങൾ ചോദിക്കുമെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. സംസ്ഥാനം മുഴുവനും ഈ മുദ്രാവാക്യം പ്രകമ്പനം കൊണ്ടു. മന്നത്ത് പത്മനാഭൻ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഫാദർ വടക്കൻ എന്നിവർ അങ്കമാലിയിലെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജൂൺ 13 മുതൽ ജൂലൈ 31 വരെ കേരളമാകെ സമരാഗ്നി ആളിക്കത്തി. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരത എത്രത്തോളം ബീഭത്സമാകുമെന്നതിന്റെ നേർക്കാഴ്ചകളായിരുന്നു കേരളം അന്ന് കണ്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 17 പേരായിരുന്നു പോലീസിന്റെ വെടിവയ്പിൽ മരിച്ചു വീണത്. 139 സ്ഥലങ്ങളിൽ നടന്ന ലാത്തിചാർജിൽ 10,000ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ജൂലൈ 3 തിരുവനന്തപുരത്തെ പുതിയതിറയിൽ വെടിവയ്പിൽ ഫ്ലോറി എന്ന ഗർഭിണിയായ സഹോദരി കൊല്ലപ്പെട്ടു. ഇതോടെ സമരം ആളിപ്പടർന്നു. അധികം ദിവസങ്ങൾ അധികാരത്തിന്റെ അഹന്തതയിൽ അഴിഞ്ഞാട്ടം തുടരാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനായില്ല. ജൂലൈ 31 EMS സർക്കാരിനെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം പിരിച്ചുവിട്ടു. ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയും EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നടപ്പിലാക്കിയ ജനവിരുദ്ധ നയങ്ങൾക്കും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനേജ്മെന്റുകൾക്കുമെതിരെ തെളിഞ്ഞു നിന്ന നീക്കങ്ങൾക്കുമെതിരെ ക്രൈസ്തവ സഭകൾ അടക്കമുള്ള ചില സാമുദായിക സംഘടനകൾ നടത്തിയ പ്രതിഷേധമായിരുന്നു വിമോചന സമരം. കരുണയുടെ കണിക പോലും ഇല്ലാതെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് അടിച്ചമർത്താൻ ശ്രമിച്ചത്. വെടിയുണ്ടകൾ കൊണ്ടില്ലാതാക്കാനാകാത്ത ആ ഓർമ്മകൾക്കിന്ന് 67 വയസ്സായിരിക്കുകയാണ്. വേദനയോടെ, മുന്നേറ്റത്തോടെ വിജയത്തിന്റെ ഓർമ്മ ഇന്നും ക്രൈസ്തവ മനസ്സുകളിൽ ജ്വലിച്ചു നിൽക്കും.